വധക്കേസ് പ്രതി ഷെറിന് 14 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചനം. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. 14 വർഷം തടവ് പൂർത്തീകരിച്ച സാഹചര്യത്തിലും സ്ത്രീ എന്ന പരിഗണനയിലുമാണ് ശിക്ഷ ഇളവ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഷെറിൻ? പ്രമാദമായ കാരണവർ കൊലക്കേസിലെ ഒന്നാം പ്രതിയാണ് ഷെറിൻ. 2009 നവംബർ 8 ചെങ്ങന്നൂർ ചെറിയനാട് തുരുത്തുമ്മേൽ കാരണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവരെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. കാരണവരുടെ മകൻ ബിനു പീറ്ററിന്റെ ഭാര്യ ഷെറിനാണ് ഒന്നാം പ്രതി. ഷെറിന്റെ കാമുകൻ ബിബീഷ് ബാബു എന്ന ബാസിത്ത് അലി രണ്ടാം പ്രതിയും. ബാസിത്തിന്റെ സുഹൃത്തുക്കളായ നിതിൻ, ഷാനു റഷീദ് എന്നിവർ 3ഉം 4ഉം പ്രതികളാണ്. ആ നാട്ടിലെ ഏറ്റവും ധനികനായിരുന്നു അമേരിക്കൻ മലയാളി കൂടിയായിരുന്ന ഭാസ്കര കാരണവർ. കാരണവർക്ക് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു മകനുണ്ട്. ആ മകന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്നും 2001 ഷെറിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. വർഷങ്ങളായി അമേരിക്കയിൽ ഉദ്യോഗസ്ഥനായ ഭാസ്കര കാരണവർ മകനെയും ഷെറിനെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കുമൊപ്പമാണ് ഷെറിനും ഭർത്താവും ജീവിച്ചത്. പക്ഷേ അവിടെ വച്ച് ഷെറിൻ ഒരു മോഷണത്തിന് പിടിക്കപ്പെട്ടതോടെ കാരണവർ മകനെയും ഷെറിനെയും കുഞ്ഞിനെയും നാട്ടിലേക്ക് തിരിച്ചയക്കുന്നു. 2007 ഭാര്യയുടെ മരണത്തോടെ ഭാസ്കര കാരണവരും നാട്ടിലേക്ക് മടങ്ങുന്നു. നാട്ടിൽ വന്നതിന് ശേഷമാണ് ഷെറിന്റെ പല വഴിവിട്ട ബന്ധങ്ങളും ദുശീലങ്ങളും ധൂർത്തും എല്ലാം ഭാസ്കര കാരണവർ മനസ്സിലാക്കുന്നത്. പലരിൽ നിന്നായി ഷെറിൻ കടം വാങ്ങുകയും അത് ഭാസ്കര കാരണവർ വീട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അക്കാലത്തെ പ്രമുഖ സാമൂഹ്യ മാധ്യമമായ ഓർക്യൂട്ട് വഴി ഷെറിൻ ബാസിത്തുമായി പ്രണയവും തുടങ്ങിയിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ കാരണവർ ഷെറിന് തന്റെ വസ്തുവിന്മേലുള്ള അവകാശം ഒഴിവാക്കി പുതിയ ധനനിശ്ചയാധാരം ഉണ്ടാക്കി. ഇതിലെ വൈരാഗ്യമാണ് പ്രതികളെ കൊലയിലേക്ക് നയിച്ചത്. മോഷണ ശ്രമത്തിനിടെയാണ് കൊല നടന്നതെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഷെറിൻ ഇത് ആസൂത്രണം ചെയ്തത്. ഉറക്കത്തിനിടയിൽ ശ്വാസം മുട്ടിച്ചാണ് കാരണവരെ പ്രതികൾ കൊലപ്പെടുത്തിയത്. അതിവേഗം പ്രതികളെ പിടിക്കാൻ പോലീസിന് സാധിച്ചു. വീട്ടിലുണ്ടായിരുന്ന 2 നായ്ക്കൾ അന്ന് കുരയ്ക്കാതിരുന്നതും വീടിനകത്തു നിന്നൊരാളുടെ സഹായമില്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ളതും അവരുടെ തന്നെ അടുക്കളയിലെ മുളകുപൊടി മുറിയിലാകെ വിതറിയിരുന്നതും ഒക്കെ പോലീസിനെ സഹായിച്ചു. വീട്ടിലുണ്ടായിരുന്ന ലാപ്ടോപ്പ്, സ്വർണ്ണ രുദ്രാക്ഷമാല, മൊബൈൽ ഫോണുകൾ എന്നിവയൊക്കെ കവർന്നിട്ടും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 9,500 രൂപ മോഷ്ടിക്കാതെ ഇരുന്നതും മോഷണ ശ്രമത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും ആ മുറിയിൽ ഇല്ലാതിരുന്നതും പോലീസിൽ സംശയമുണർത്തി. അങ്ങനെയാണ് പോലീസ് ഷെറിനെയും കൂട്ടാളികളെയും പിടികൂടുന്നത്. 2010 ജൂൺ 11 മാവേലിക്കര സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയും പിഴയും വിധിക്കുന്നത്. ഷെറിന് തുടർച്ചയായി പരോൾ നൽകിയത് വിവാദമായിരുന്നു. ഷെറിൻ കഴിഞ്ഞിരുന്ന പൂജപ്പുര സെൻട്രൽ ജയിൽ, നെയ്യാറ്റിൻകര വനിതാ ജയിൽ, വിയ്യൂർ ജയിൽ എന്നിവിടങ്ങളിലെല്ലാം ഷെറിൻ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അനധികൃതമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായും ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും വിയ്യൂർ ജയിലിൽ വെച്ച് ജയിൽ ഡോക്ടർ ഷെറിന് വെയിൽ കൊള്ളാതിരിക്കാൻ കുട അനുവദിച്ചതായും വാർത്തകളുണ്ട്. നിലവിൽ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഷെറിനുള്ളത്. താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും നിരന്തരം പ്രശ്നമുണ്ടാക്കിയിട്ടും ഇതൊന്നും പരിഗണിക്കാതെ ഷെറിന് അതിവേഗത്തിൽ വിടുതൽ നൽകിയെന്നാണ് ഇപ്പോഴത്തെ വാർത്ത.